വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും ഉപയോഗിച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ സെന്റൻസസ് നിർമ്മിക്കാം എന്നാണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് പല ടെൻസസ്, പ്രത്യേകിച്ചും ഹാസും ഹാവും ഉപയോഗിക്കുന്ന ടെൻസസ് ഉപയോഗിച്ച് എങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ്, ക്വസ്റ്റ്യൻസ്, നെഗറ്റീവ്സ് ഇതെല്ലാം കറക്റ്റായി നിർമ്മിക്കാം എന്നാണ്. ഞാൻ കുറച്ച് സെന്റൻസസ് മലയാളത്തിൽ പറയും, നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം. ഒരേ കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ സാധിക്കും. ഒരുപക്ഷെ ഞാൻ പറയുന്നതായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും സംശയം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാൻ മടിക്കരുത്. അവന് ഒരു സഹോദരിയുണ്ട്. ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. ഹാവ് നമ്മൾ ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്, ഹാസ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവൻ ആണ് അല്ലേ. അവൻ എന്ന് പറയുമ്പോൾ ഹി, അതൊരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കുക? നമ്മൾ ഹാസ് എന്നാണ് ഉപയോഗിക്കുക. സഹോദരി എന്ന് പറയുമ്പോൾ സിസ്റ്റർ, ഒരു സഹോദരി ഉണ്ട് എന്ന് പറയുമ്പോൾ എ സിസ്റ്റർ. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഹി ഹാസ് എ സിസ്റ്റർ. ഇവിടെ ഹി ഹാസ് സിസ്റ്റർ എന്ന് പറഞ്ഞാൽ പോരാ, എ നിർബന്ധമായി അവിടെ ചേർക്കണം. ഒരു സഹോദരി എന്നാണ് അതിനർത്ഥം. സിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണാണ്, അതായത് അത് സിംഗുലറും ആണ് കൗണ്ടബിളും ആണ്. കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റുന്ന ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്ന നൗൺസിനാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. സിസ്റ്റർ, ബ്രദർ, ബോയ്, ഗേൾ, ചൈൽഡ്, ഇതെല്ലാം കൗണ്ടബിൾ നൗൺസ് ആണ്. സിംഗുലർ ആയ ഒരു കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിറ്റർമിനർ വേണം. ഡിറ്റർമിനർ എന്ന് പറയുമ്പോൾ അത് പൊസസീവ് ആവാം. മൈ, യുവർ, ഹിസ്. ഇപ്പം നമുക്ക് ഇങ്ങനെ പറയാം, മൈ സിസ്റ്റർ എന്ന് പറയാം. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റീവ് ആവും, ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് എപ്പോഴും ഒരു സിംഗുലർ കൗണ്ടബിൾ നൗണിന്റെ കൂടെ വേണം. അതായത് നമുക്ക് ഹി ഹാസ് സിസ്റ്റർ എന്ന് പറഞ്ഞാൽ പോരാ, ഹി ഹാസ് എ സിസ്റ്റർ എന്ന് പറയണം. നമുക്ക് ഇതേ കാര്യം തന്നെ മറ്റൊരു രീതിയിലും പറയാം. ഈ സെന്റൻസ് നോക്കൂ, ഹി ഹാസ് ഗോട്ട് എ സിസ്റ്റർ. ഇപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ സെന്റൻസിന്റെയും രണ്ടാമത് പറഞ്ഞ സെന്റൻസിന്റെയും മീനിങ് ഒന്ന് തന്നെയാണോ? ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഹാസ് മാത്രമാണ് ഉപയോഗിച്ചത്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ ഹാസ് ഗോട്ട് ഉപയോഗിച്ചു. ഇതിന്റെ രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന ഈ രീതിയാണ് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാം, ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്ന് പറയുന്നതിൽ കൂടുതൽ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നത് ഹാസ് ഗോട്ട് അല്ലെങ്കിൽ ഹാവ് ഗോട്ട് ആണ്. ഇങ്ങനെ ഗോട്ട് ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ, ഗോട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനും നെഗറ്റീവും ഈസിയായി ഉണ്ടാക്കാം. അവന് ഒരു സഹോദരി ഉണ്ടോ? നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ഓക്സിലറി വെർബ് ഒരു സെന്റൻസിൽ വരുമ്പോൾ നമുക്കറിയാം അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. ആ ഓക്സിലറി വെർബിനെ എടുത്ത് സബ്ജക്റ്റിന്റെ പുറകിലേക്ക് വെച്ചാൽ മാത്രം മതി അല്ലെ. അപ്പൊ നമുക്ക് ഹി ഹാസ് എ സിസ്റ്റർ എന്ന് പറയുന്ന അഫർമേറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യനായി നമുക്ക് ഹാസ് ഹി എ സിസ്റ്റർ എന്ന് പറയാമോ? അങ്ങനെ പറയാം, പക്ഷേ അത് വളരെ അൺയൂഷ്വൽ ആണ്. ആക്ച്വലി ഹാസ് അല്ലെങ്കിൽ ഹാവ് മാത്രമാണ് ഒരു സെന്റൻസിലെ വെർബ് എങ്കിൽ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കാൻ ഡൂവും ഡസും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഹാസ് ഹി എ സിസ്റ്റർ എന്ന് പറയുന്നതിന് പകരം നമ്മൾ അവിടെ ചോദിക്കുക ഡസ് ഹി ഹാവ് എ സിസ്റ്റർ എന്നാണ്. മറിച്ച് ഹാസ് ഗോട്ട് ആയിരുന്നു ആ അഫർമേറ്റീവ് ഫോം എങ്കിൽ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ആ ഹാസിനെ എടുത്ത് സബ്ജക്റ്റിന് പുറകിലേക്ക് വെച്ചാൽ മാത്രം മതി. നമുക്കിത് ഇങ്ങനെ ചോദിക്കാം, ഹാസ് ഹി ഗോട്ട് എ സിസ്റ്റർ. ഇത് വളരെ എളുപ്പമാണ്. ഹി ഹാസ് ഗോട്ട് എ സിസ്റ്റർ എന്ന് പറയുന്ന അഫർമേറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ഫോമാണ് ഹാസ് ഹി ഗോട്ട് എ സിസ്റ്റർ. നമുക്ക് നോക്കിയാൽ അറിയാം, ആ ഹാസിന്റെ പൊസിഷൻ ഒന്ന് മാറി, വേറൊരു ചേഞ്ചും നമ്മൾ ഈ സെന്റൻസിൽ വരുത്തിയിട്ടില്ല. മറിച്ച് നമുക്ക് ഹി ഹാസ് എ സിസ്റ്റർ ആയിരുന്നു അഫർമേറ്റീവ് സെന്റൻസ് എങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ഫോം ഡസ് ഹി ഹാവ് എ സിസ്റ്റർ എന്നാണ്. ഇത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതിവിടെ ഡസ് ഉപയോഗിക്കാൻ കാരണം ഇവിടെ സബ്ജക്റ്റ് ഹി ആയതുകൊണ്ടാണ്. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ് നമ്മൾ ഡസ് ഉപയോഗിക്കുക. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക. ഇപ്പൊ നിനക്കൊരു സഹോദരി ഉണ്ടോ എന്നാ ചോദിക്കേണ്ടതെങ്കിൽ ഞാൻ എന്താ ചോദിക്കുക? ഡു യു ഹാവ് എ സിസ്റ്റർ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചോദിക്കാൻ പറ്റും? ഹാവ് യു ഗോട്ട് എ സിസ്റ്റർ എന്ന് ചോദിക്കാം. രണ്ടും ഉപയോഗിക്കാം. ഡു ആയാലും ഡസ് ആയാലും അതിനുശേഷം വരുന്നത് ഹാവ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കും, പക്ഷേ ഡുവിനും ഡസിനും ശേഷം നമ്മൾ ഉപയോഗിക്കുക ഹാവ് ആണ്, ഹാസ് അല്ല. അപ്പൊ അവന് ഒരു സഹോദരി ഉണ്ടോ നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. ഹാസ് ഹി ഗോട്ട് എ സിസ്റ്റർ, ഇത് എളുപ്പമുള്ള രീതിയാണ്. ഡസ് ഹി ഹാവ് എ സിസ്റ്റർ എന്ന് പറയുന്ന രീതിയും കറക്റ്റ് ആണ്. ഏത് ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. എനിക്ക് സിറ്റിയിൽ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. എനിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്, ഞാനാണ്. സിറ്റിയിൽ എന്ന് പറയുമ്പോൾ ഇൻ ദ സിറ്റി. ഇൻ സിറ്റി എന്നല്ല നമ്മൾ പറയുന്നത്, ഇൻ ദ സിറ്റി. സിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്. അതിന്റെ കൂടെ നമുക്കൊരു ആർട്ടിക്കിൾ വേണം. ഇപ്പൊ ഇവിടെ ദ സിറ്റി എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നയാൾക്ക് അറിയാം ഏത് സിറ്റിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതാണ് അതിനർത്ഥം. ഉണ്ട് എന്നതിന് നമ്മൾ എങ്ങനെ പറയും? നമുക്ക് രണ്ട് രീതിയിൽ പറയാം. നമുക്കിവിടെ ഹാവ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹാവ് ഗോട്ട് ഉപയോഗിക്കാം. ഹാവ്
ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. ഐ ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്, പക്ഷേ ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഹാവ് ആണ്. അതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ പറയാം, ഐ ഹാവ് എൻ അപ്പാർട്ട്മെന്റ് ഇൻ ദ സിറ്റി. ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഐ ഹാവ് ഗോട്ട് എൻ അപ്പാർട്ട്മെന്റ് ഇൻ ദ സിറ്റി. അങ്ങനെയും പറയാവുന്നതാണ്. സബ്ജക്റ്റ് ആദ്യം വന്നു, അതിനുശേഷം ആ വെർബ് വന്നു. ഇപ്പൊ ഇവിടെ ഹാവ് എന്ന് പറയുന്ന ആദ്യത്തെ സെന്റൻസിൽ ഹാവ് ആണ് ഇവിടുത്തെ മെയിൻ വെർബ്. ആ സെന്റൻസിനകത്ത് വേറെ വെർബ്സ് ഒന്നും തന്നെ ഇല്ല. രണ്ടാമത്തെ സെന്റൻസിൽ ആക്ച്വലി ഹാവ് ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി ആയിട്ടാണ്. അവിടുത്തെ മെയിൻ വെർബായി വന്നിരിക്കുന്നത് ഗോട്ട് ആണ്. ഇങ്ങനെ ഹാവ് ഓക്സിലറി ആയിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ ഡസിന്റെയോ ഡൂവിന്റെയോ ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ആ ഹാവിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെച്ചാൽ മതി. ഹാവ് ഐ ഗോട്ട് എൻ അപ്പാർട്ട്മെന്റ് ഇൻ ദ സിറ്റി എന്ന് ചോദിക്കുമ്പോൾ അത് ക്വസ്റ്റ്യനായി മാറി. മറിച്ച് ആദ്യത്തെ സെന്റൻസിലെ ഹാവ് ആണ് മെയിൻ വെർബ്. ഇങ്ങനെ ഹാവ് മെയിൻ വെർബായി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഈ ഹാവിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെച്ചാൽ പോരാ. അങ്ങനെ വെക്കുന്നതിന് പകരം നമ്മൾ അവിടെ ഉപയോഗിക്കുക ഡു അല്ലെങ്കിൽ ഡസ് ആണ്. അതായത് സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ നമ്മൾ ഡസ് ഉപയോഗിക്കും, പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ നമ്മൾ ഡു ഉപയോഗിക്കും. അപ്പോൾ ഹാവ് ഗോട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും നെഗറ്റീവ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഹാവ് മാത്രം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കേണ്ടി വരും. നിനക്ക് തലവേദന ഉണ്ടോ? ഇതാണ് ചോദ്യം. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? നീ ആണ്. യു. തലവേദന എന്ന് പറയുമ്പോൾ ഹെഡേക്ക്. ഉണ്ടോ? ഉണ്ട് എന്ന് പറയാൻ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കുമല്ലോ. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആയത് കാരണം നമ്മളിവിടെ ഉപയോഗിക്കുക ഹാവ് ആണ്. അപ്പം നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിൽ ചോദിക്കാം. നമുക്ക് ഡു ഉപയോഗിച്ച് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? ഡു യു ഹാവ് എ ഹെഡേക്ക്, അങ്ങനെയാണ് അത് വരിക. അതല്ലെങ്കിൽ നമുക്ക് ഹാവ് ഗോട്ട് ഉപയോഗിച്ചും ചോദിക്കാം. അപ്പം എങ്ങനെ വരും? ഹാവ് യു ഗോട്ട് എ ഹെഡേക്ക് എന്ന് വരും. അപ്പം നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. ഡു ഉപയോഗിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡു യു ഹാവ് എ ഹെഡേക്ക് എന്ന് ചോദിക്കാം. ഹാവ് ഗോട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഹാവിനെ എടുത്ത് സബ്ജക്റ്റായ യുവിന് മുന്നിലേക്ക് വെച്ച് ഹാവ് യു ഗോട്ട് എ ഹെഡേക്ക് എന്ന് ചോദിക്കാം. അവൾക്ക് ഒരു നല്ല ജോലിയുണ്ട്. സബ്ജക്റ്റ് ഷീ ആണ്, അവൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഷീ എന്ന് പറയും. ഒരു നല്ല ജോലി എന്ന് പറയുമ്പോൾ എ ഗുഡ് ജോബ് ഉണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആയത് കാരണം നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഹാസ് ആണല്ലേ. അപ്പം നമുക്കിതിനെ ഇങ്ങനെ പറയാം, ഷീ ഹാസ് എ ഗുഡ് ജോബ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഷീ ഹാസ് ഗോട്ട് എ ഗുഡ് ജോബ് എന്നും നമുക്ക് പറയാം. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ? അപ്പം നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് ഫോമായിട്ട് വരിക, നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഷീ ഹാസ് എ ഗുഡ് ജോബ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മെയിൻ വെർബായി ഉപയോഗിച്ചിരിക്കുന്നത് ഹാസ് ആണ്. ആ സെൻറ്റൻസിനകത്ത് വേറെ വെർബൊന്നും നിങ്ങൾക്ക് കാണാനില്ലല്ലോ. ഇങ്ങനെ വേറെ വെർബൊന്നും ഇല്ലെങ്കിൽ പിന്നെ അതാണ് അവിടുത്തെ മെയിൻ വെർബ്. ഹാസ് ആണ് ഇവിടുത്തെ മെയിൻ വെർബ്. ഇങ്ങനെ ഹാസ് മെയിൻ വെർബ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ നമുക്ക് ഡസ് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിൻ്റെ നെഗറ്റീവായിട്ട് ഇങ്ങനെ വരിക, ഷീ ഡസ് നോട്ട് ഹാവ് എ ഗുഡ് ജോബ്, അങ്ങനെയാണ് നമ്മളത് പറയാം. രണ്ടാമത്തെ സെൻറ്റൻസിലെ വെർബ് എന്ന് പറയുന്നത് ഹാസ് ഗോട്ട് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ ആ ഹാസിന് ശേഷം ഒരു നോട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. അതാണ് ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്, ഷീ ഹാസിൻ ഗോട്ട് എ ഗുഡ് ജോബ്. ഹാസിൻ എന്ന് പറയുമ്പോൾ ഹാസ് നോട്ട്, ഷീ ഹാസ് നോട്ട് എ ഗുഡ് ജോബ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഷീ ഡസ് നോട്ട് ഹാവ് എ ഗുഡ് ജോബ്. ഇത് ആദ്യത്തെ സെന്റൻസിന്റെ നെഗറ്റീവാണ് ഞാൻ ആക്ച്വലി അവസാനം എഴുതിയത്. ഇത് ഇങ്ങനെ പറയരുത്. ഷീ ഹാസിന്റെ ഗുഡ് ജോബ് എന്ന് പറയുന്നത് വളരെ അൺയൂഷ്വൽ ആണ്. അതായത് ഷീ ഹാസ് എ ഗുഡ് ജോബ് എന്നതിന്റെ നെഗറ്റീവ് ഫോമായി നമുക്ക് ഹാസിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ പോരാ. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വളരെ അൺയൂഷ്വൽ ആയി തോന്നും, അത് കറക്റ്റ് ആയി തോന്നില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഹാസിൻ ഗോട്ട് എന്ന് എഴുതുക, അല്ലെങ്കിൽ ഡസൻ ഹാവ് എന്ന് എഴുതുക. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ എ പ്രോബ്ലം അല്ലേ. ഇവിടെ സബ്ജക്റ്റ് യു ആണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? നമുക്കിതിനെ ഡു യു ഹാവ് എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഏത് രീതിയിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെയും പറയാം, ഡു യു ഹാവ് എ പ്രോബ്ലം എന്ന് ചോദിക്കാം. നിനക്ക് ഒരു പ്രോബ്ലം ഉണ്ടോ? എ പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോബ്ലം എന്ന അർത്ഥത്തിലാണ്. പ്രോബ്ലം ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്. അതിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിറ്റർമിനർ വേണം. നമുക്കിത് ഇങ്ങനെയും ചോദിക്കാം, ഹാവ് യു ഗോട്ട് എ പ്രോബ്ലം. ഇങ്ങനെ ചോദിക്കരുത്, ഹാവ് യു എ പ്രോബ്ലം എന്ന് ചോദിക്കരുത്. അവർ വിവാഹിതരാണ്. ഇതെങ്ങനെയാ പറയുന്നത്? അവർ എന്ന് പറയുമ്പോൾ ദേ അല്ലെ. വിവാഹിതരാണ് എന്നെങ്ങനെ നമ്മൾ പറയും? വിവാഹിതരായി എന്നല്ല പറയുന്നത്, നമ്മൾ പറയുന്നത് വിവാഹിതരാണ് എന്നാണ്. ഇതൊരു സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയാ, ദേ ആർ മാരീഡ്. ഇവിടെ ആർ ഉപയോഗിക്കാൻ കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ദേ എന്ന പ്ലൂറൽ പ്രൊനൗൺ ആണ്. അതിനുശേഷം നമ്മൾ മാരീഡ് എന്ന് പറഞ്ഞു. ഇവിടെ മാരീഡ് എന്ന് പറയുന്ന ആ വേർഡ് അത് V3 ആയിട്ട് നമുക്ക് തോന്നും. അത് മാരി എന്ന് പറയുന്ന വെർബിന്റെ V3 തന്നെയാണ്. പക്ഷെ അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഡ്ജക്റ്റീവ് ആയിട്ടാണ്, വെർബായിട്ടല്ല അത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. ഇത് അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെ
V3 അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പലപ്പോഴും അജക്റ്റീവായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ING ഫോംസും നമ്മൾ അജക്റ്റീവായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ റോളിംഗ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ റോളിംഗ് എന്ന ING ഫോം ഉരുളുന്ന കല്ല്, കല്ല് എന്ന നൗണിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അജക്റ്റീവാണ്. ഇങ്ങനെ ING ഫോംസും V3യും അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ING ഫോം എന്ന് പറയുമ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്, V3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇത് നമ്മൾ അജക്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പോൾ ദേ ആർ മാരീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ മാരീഡ് എന്ന ആ വേർഡ്, ആ V3 അത് ആക്ച്വലി അജക്റ്റീവ് ആണ്. ഇനി നമുക്ക് ഇതാണ് പറയേണ്ടത്, അവർ 5 വർഷമായി വിവാഹിതരാണ്. അതായത് 5 വർഷം മുമ്പാണ് അവർ വിവാഹം കഴിച്ചത്, അവരിപ്പോഴും വിവാഹിതരാണ്. ഇതെങ്ങനെയാ പറയുന്നത്? അവർ വിവാഹിതരാണ് എന്ന് പറയാൻ നമ്മൾ ദേ ആർ മാരീഡ് എന്ന് പറഞ്ഞാൽ മതിയല്ലേ. 5 വർഷമായി എന്ന് പറയുമ്പോൾ ഫോർ 5 ഇയേഴ്സ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ദേ ആർ മാരീഡ് ഫോർ 5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ മതിയോ? അത് പോരാ. നമ്മളിത് ഇങ്ങനെയാണ് പറയുക. ഇവിടെ ഇപ്പോൾ ഈ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്ത് പാസ്റ്റിൽ എപ്പോഴാണ്? 5 വർഷം മുമ്പാണ് ഇത് തുടങ്ങിയത്. അതിനുശേഷം ഇതായി സംസാരിക്കുന്ന സമയം വരെയും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇതല്ലേ. അവരിപ്പോഴും വിവാഹിതരാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ, അതായത് എത്ര സമയമായി ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തുടരുന്നു എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ ആർ എന്ന ആ വെർബിൻ്റെ, ദേ ആർ മാരീഡിലെ ആർ എന്ന ആ വെർബിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം എന്ന് പറയുന്നത് ഹാവ് ബീൻ ആണ്. അപ്പോൾ നമ്മളിവിടെ അതാണ് ഉപയോഗിക്കുക, ദേ ഹാവ് ബീൻ മാരീഡ് ഫോർ 5 ഇയേഴ്സ്. അപ്പോൾ ഇവിടെ ആർ എന്ന വെർബിനെ നമ്മൾ അതിൻ്റെ ആർ എന്ന വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോമായ ഹാവ് ബീൻ ഉപയോഗിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു. ബാക്കി നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തിയില്ല. മാരീഡ് എന്ന വെർബ് അവിടെ അങ്ങനെ തന്നെയുണ്ട്. മാരീഡ് ഇവിടെയും തന്നെ അജക്റ്റീവ് ആണ് കേട്ടോ. ദേ ഹാവ് ബീൻ മാരീഡ് ഫോർ 5 ഇയേഴ്സ്. 5 വർഷമായി അവർ വിവാഹിതരാണ്. ഇങ്ങനെ സമയം സൂചിപ്പിക്കുമ്പോൾ എത്ര സമയമായിട്ട് തുടരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഒരിക്കലും സിമ്പിൾ ടെൻസസ് അല്ല ഉപയോഗിക്കുക. സിമ്പിൾ ടെൻസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ച സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, അതല്ല ഉപയോഗിക്കുക. അതിന് പകരം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ദേ ഹാവ് ബീൻ മാരീഡ് ഫോർ 5 ഇയേഴ്സ് എന്നാണ്. അവർ അടുത്ത മാസം വിവാഹിതരാവുകയാണ്. ഇതെങ്ങനെയാ പറയാ? വിവാഹം കഴിഞ്ഞിട്ടില്ല, അടുത്ത മാസം നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവിടുത്തെ സബ്ജക്റ്റ് അവർ ആണ് ദേ. അടുത്ത മാസം എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മന്ത് വിവാഹിതരാവുകയാണ്. അപ്പോൾ നമ്മളിവിടെ അടുത്ത മാസം നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ നമ്മളിവിടെ സിമ്പിൾ ഫ്യൂച്ചർ ആണ് ഉപയോഗിക്കേണ്ടത്. ദേ വിൽ ഗെറ്റ് മാരീഡ് നെക്സ്റ്റ് മന്ത് എന്നാണ് പറയേണ്ടത്. അതല്ല നമ്മൾ പറയുക, വിവാഹം നടന്നിട്ടില്ലെങ്കിലും ആ തീരുമാനം ഇപ്പോഴേ നിലവിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. മലയാളം വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും, അവർ അടുത്ത മാസം വിവാഹിതരാകും എന്നല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, വിവാഹിതരാവുകയാണ് എന്നാണ്. നമ്മുടെ ഭാഷയിൽ നമ്മൾ ഇങ്ങനെയാണ്, നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെ കുറിച്ച് പറയാനും നമ്മൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. കാരണം ഇവിടെ ഈ തീരുമാനം ഇപ്പോഴേ ഉണ്ട് അല്ലെ. അടുത്ത മാസം വിവാഹം കഴിക്കുക എന്നുള്ള തീരുമാനം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് പറയാൻ സാധിക്കുന്നത്. ഇങ്ങനെ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ആണ് അല്ലെ. വിവാഹിതരാവുക എന്നതിന് മാരിയിങ് എന്നല്ല ഇംഗ്ലീഷിൽ പറയാം, ഗെറ്റ് മാരീഡ് എന്നാണ് ഇംഗ്ലീഷുകാർ പറയാം. അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പൊ നമ്മളത് എങ്ങനെയാണ് പറയുക? ദേ ആർ ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വിവാഹം കഴിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന വെർബ് ഫോം ഗെറ്റ് മാരീഡ് ആണ്, മാരിയിങ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ദേ ആർ മാരിയിങ് നെക്സ്റ്റ് മന്ത് എന്നല്ല പറയുന്നത്, ദേ ആർ ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ING ഫോം ഉപയോഗിച്ചത് ഗെറ്റിൻ്റെ ING ഫോമായ ഗെറ്റിംഗ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. മാരി എന്ന് പറയുന്ന വെർബിൻ്റെ ING ഫോമായ മാരിയിങ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വേണം പറയാം, ദേ ആർ ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്, പക്ഷേ തീരുമാനം ഓൾറെഡി നിലവിലുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ കഴിഞ്ഞ മാസം അവർ വിവാഹിതരായി എന്നാണ് പറയേണ്ടതെങ്കിൽ അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. നമ്മൾ എന്താ പറയുക? ദേ ഗോട്ട് മാരീഡ് ലാസ്റ്റ് മന്ത് എന്നാണ് പറയുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ നെക്സ്റ്റ് മന്തിൻ്റെയും ലാസ്റ്റ് മന്തിൻ്റെയും ഒന്നും മുന്നിൽ ഒരു പ്രിപ്പോസിഷൻ ഇല്ല എന്നുള്ളതാണ്. ദേ ആർ ഗെറ്റിംഗ് മാരീഡ് ഇൻ ദ നെക്സ്റ്റ് മന്തെന്നോ ഇൻ നെക്സ്റ്റ് മന്തെന്നോ അല്ല നമ്മൾ പറയുന്നത്, ദേ ആർ ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത് എന്നാണ്. ലാസ്റ്റ് മന്ത് ആകുമ്പോഴും നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കില്ല. ദേ ഗോട്ട് മാരീഡ് ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, നെക്സ്റ്റ് ഇയർ, അതുപോലെ തന്നെ യെസ്റ്റർഡേ, ടുമോറോ, ഇതിൻ്റെ ഒന്നും മുന്നിൽ നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നില്ല. എൻ്റെ പാസ്പോർട്ട് നഷ്ടമായിരിക്കുന്നു. ഇതെങ്ങനെ പറയും? നഷ്ടപ്പെട്ടത് നേരത്തെ എപ്പോഴും ആണ് അല്ലെ, എപ്പോഴാണെന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ പാസ്പോർട്ട് എൻ്റെ കയ്യിലില്ല. അതായത് ഇത് കഴിഞ്ഞു പോയ ഒരു സംഭവമാണ്, പക്ഷെ അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ പറയുന്നത്, പാസ്പോർട്ട് ഇപ്പം എൻ്റെ കയ്യിലില്ല, അത് പോയിരിക്കുന്നു. അപ്പോൾ ഇത് പറയാൻ, ഇത്തരം ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ, അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് പക്ഷെ അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്.
ലെവലുണ്ട്. അത്തരം ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം എന്താണ്? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ്. V3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാസ് നമ്മൾ ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഹാവ് നമ്മൾ ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. സബ്ജക്ട് ഐ അല്ലെങ്കിൽ യു ആവുമ്പോഴും നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് ആരാണ്? ഞാനാണ്, എൻ്റെ എന്നാണ് പറയുന്നത്. ഐ. നഷ്ടമായിരിക്കുക എന്ന് പറയുന്നത്, നഷ്ടമാവുക എന്ന് പറയുമ്പോൾ ലൂസ്. നഷ്ടമായിരിക്കുന്നു, അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം എന്താണ്? ഹാവ്, പിന്നെ ലൂസ് എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലോസ്റ്റ്. ഐ ഹാവ് ലോസ്റ്റ് എൻ്റെ പാസ്പോർട്ട്, മൈ പാസ്പോർട്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് പറയുക, ഐ ഹാവ് ലോസ്റ്റ് മൈ പാസ്പോർട്ട്. ഇവിടെ ലൂസ് എന്ന് പറയുന്ന ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3 ആണ് ലോസ്റ്റ്. അതിന് മുന്നിൽ നമ്മൾ ഹാവ് ഉപയോഗിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. ഐ ഹാവ് ലോസ്റ്റ് മൈ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ പാസ്പോർട്ട് നഷ്ടമായിരിക്കുന്നു. ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, പക്ഷെ അത് ഇപ്പോഴും സത്യമാണ് അല്ലേ? പാസ്പോർട്ട് നഷ്ടപ്പെട്ടത് എപ്പോഴാണെന്ന് അറിയില്ല, അത് എപ്പോഴോ നഷ്ടപ്പെട്ടു, പക്ഷെ ആ പാസ്പോർട്ട് ഇപ്പോഴും കയ്യിലില്ല എന്നുള്ളത് സത്യമാണ്. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതും തന്നെ ജോലി എപ്പോഴാണ് പൂർത്തിയാക്കിയതെന്ന് പറയുന്നില്ല, പക്ഷെ ആ ജോലി പൂർത്തിയായി എന്ന കാര്യം ഇപ്പോഴും സത്യമാണ്. ഞാനിപ്പോൾ ഫ്രീ ആണ്. ഇത്തരം ഐഡിയ എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ എന്താ ഉപയോഗിക്കുക? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ജോലി പൂർത്തിയാക്കുക എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? പൂർത്തിയാക്കുക എന്നുള്ളതിന് ഫിനിഷ്. അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം എന്ന് പറയുന്നത് ഹാവ് ഫിനിഷ്ഡ്. ഇവിടെ ഹാവ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ് പറയുക, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ജോബ്, അല്ലെങ്കിൽ ഐ ഹാവ് ഫിനിഷ്ഡ് ദ ജോബ്. ദ ജോബ് എന്ന് പറയുമ്പോൾ ആ ജോലി, ഏത് ജോലിയാണോ നമ്മളെ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് ആ ജോലി എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ദ ജോബ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ടെൻസ് ഇതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് പൂർത്തിയായ ഒരു കാര്യമാണ്, പക്ഷെ ഏതെങ്കിലും തരത്തിൽ അത് ഇപ്പോഴും നമ്മുടെ പ്രസന്റുമായി കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഇപ്പോഴും സത്യമായിരിക്കും. ഇപ്പോൾ പാസ്പോർട്ട് നഷ്ടമായി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടത് പാസ്റ്റിലാണ്, പക്ഷെ ഇപ്പോഴും അതെനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അതായത് ആ നഷ്ടമായി എന്നുള്ള ആ സ്റ്റേറ്റ് ഇപ്പോഴും സത്യമാണ്, അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചത്. ഇവിടെയും തന്നെ ജോലി പൂർത്തിയായത് പാസ്റ്റിലാണ്, പക്ഷെ ആ പൂർത്തിയായിരിക്കുന്നു എന്നുള്ള ആ കാര്യം ഇപ്പോഴും സത്യമാണ്. ഞാനിപ്പോൾ ഫ്രീ ആണ്, എൻ്റെ ജോലി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അവൻ്റെ കാൽ ഒടിഞ്ഞിരിക്കുന്നു. അവൻ്റെ കാൽ എന്ന് പറയുമ്പോൾ ഹിസ് ലെഗ് അല്ലേ? ഒടിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ ഈസ് ബ്രോക്കൺ. ഹിസ് ലെഗ് ഈസ് ബ്രോക്കൺ എന്നതാണ് ഇതിൻ്റെ കറക്റ്റായ ട്രാൻസ്ലേഷൻ. പക്ഷെ എന്തുകൊണ്ടോ ഇംഗ്ലീഷിൽ അത് അങ്ങനെയല്ല പറയുക. നമ്മളിപ്പോൾ നമ്മുടെ കാല് നമ്മൾ ഒടിച്ചിരിക്കുന്നു എന്ന് പറയില്ല, പക്ഷെ ഇംഗ്ലീഷുകാർ എപ്പോഴും അത് അങ്ങനെയാണ് പറയുന്നത്. അവൻ്റെ കാൽ ഒടിഞ്ഞിരിക്കുന്നു എന്നതിന് അവർ പറയുക ഹീ ഹാസ് ബ്രോക്കൺ ഹിസ് ലെഗ് എന്നാണ്. അതായത് അവൻ്റെ കാൽ ഒടിച്ചിരിക്കുന്നു എന്നാണ് ഈ സെന്റൻസിന് അർത്ഥം. ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒടിക്കുക, അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ആണ് ഹാസ് ബ്രോക്കൺ. ഹാസ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഹീ ആയതുകൊണ്ടാണ്. ബ്രേക്ക് എന്ന വെർബിന്റെ V3 ആയ ബ്രോക്കൺ നമ്മൾ അതിനുശേഷം ഉപയോഗിച്ചു. അങ്ങനെ ഹാസ് ബ്രോക്കൺ എന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം നമ്മൾ ഉണ്ടാക്കി. ഹിസ് ലെഗ് എന്ന് പറയുമ്പോൾ അവൻ്റെ കാല്. ഇപ്പം ഇതിൻ്റെ തുല്യമായ തർജ്ജമ അവൻ്റെ കാൽ ഒടിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷെ സാധാരണ അതിൽ നമ്മളങ്ങനെ നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയില്ല. എൻ്റെ കാൽ ഒടിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞു പോയൊരു ആക്ടിവിറ്റിയാണ്. കാൽ എപ്പോഴാണ് ഒടിഞ്ഞതെന്ന് നമ്മൾ പറയുന്നില്ല, എന്തായാലും അത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് പക്ഷെ ഇപ്പോഴും ഉണ്ട്, അതായത് അവനിപ്പോഴും നടക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. കഴിഞ്ഞു പോയ പ്രവൃത്തിയാണ്, പക്ഷെ അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും ഉണ്ട് എന്നർത്ഥത്തിൽ. അതുകൊണ്ട് അവൻ്റെ കാൽ ഒടിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹി ഹാസ് ബ്രോക്കൺ ഹിസ് ലെഗ്. പാലത്തിനടുത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പാലത്തിനടുത്ത് എന്നെങ്ങനെയാണ് നമ്മൾ പറയുക? നിയർ ദ ബ്രിഡ്ജ് അല്ലേ? നിയർ ദ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ പാലത്തിനടുത്ത്. ഒരു ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ എൻ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിഡന്റ് ഇവിടെ സബ്ജക്റ്റ് അല്ല. ആക്സിഡന്റ് ഇവിടെ ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് പോലെയാണ് വന്നിരിക്കുന്നത്. എന്താണ് ഉണ്ടായത്? ആക്സിഡന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇതിന് കറക്റ്റ് ആയ ഒരു സബ്ജക്റ്റ് ഇല്ല. ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ദർ ഹാസ് ബീൻ എന്നാണ്. അതായത് നമ്മളിവിടെ സബ്ജക്റ്റായി ദർ ഉപയോഗിച്ചു. ഇങ്ങനെ സബ്ജക്റ്റ് കറക്റ്റായ ഒരു സബ്ജക്റ്റ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അത് അവിടെ ഉണ്ട്, ഇതെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ദർ. അപ്പോൾ ഇവിടെ നമ്മൾ ദർ ഉപയോഗിച്ചാണ് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ ദർ ഹാസ് ബീൻ. ഹാസ് ബീൻ എന്ന് പറയുന്നത് ഈസ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോമാണ് ഹാസ് ബീൻ. അപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ഇതെല്ലാം പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പം നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ദർ ഹാസ് ബീൻ എൻ ആക്സിഡന്റ്. എന്താ ഉണ്ടായത്? ഒരു ആക്സിഡന്റ്. അത് വെർബിന് ശേഷം വന്നു. ദർ ഹാസ് ബീൻ എൻ ആക്സിഡന്റ് എവിടെയാണ് ഉണ്ടായത്? നിയർ ദ ബ്രിഡ്ജ്, പാലത്തിന്റെ അടുത്ത്. അത് അവസാനം
അവസാനം വന്നു. ഇങ്ങനെ സ്ഥലം സൂചിപ്പിക്കുന്ന വാക്കുകൾ, സമയം സൂചിപ്പിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം സെന്റൻസിൽ പൊതുവെ ഇംഗ്ലീഷിൽ അവസാനമായിട്ടാണ് വരിക. ദർ ഉപയോഗിക്കാൻ കാരണം ഈ സെന്റൻസിന് പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഇല്ല. ഇങ്ങനെ ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഇറ്റ് ഉപയോഗിക്കും, ചിലപ്പോൾ ദർ ഉപയോഗിക്കും. കുറ്റക്കാരെന്ന് സംശയിക്കുന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറ്റക്കാരെന്ന് സംശയിക്കുക എന്ന് പറയുമ്പോൾ അതിനെന്താ ഇംഗ്ലീഷിൽ പറയുക? സസ്പെക്ട്സ്. സസ്പെക്ട് എന്ന് പറയുമ്പോൾ കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, അതിന്റെ പ്ലൂറൽ ഫോം ആണ് സസ്പെക്ട്സ്. 2 പേർ എന്ന് പറയുമ്പോൾ 2 സസ്പെക്ട്സ്. കുറ്റക്കാരെന്ന് സംശയിക്കുന്ന 2 പേർ എന്ന് പറയുമ്പോൾ 2 സസ്പെക്ട്സ്. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് എപ്പോഴും പ്ലൂറൽ നൗൺ ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ വെർബ്സ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഹാവ് അറസ്റ്റഡ് എന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുക: ദ പോലീസ് ഹാവ് അറസ്റ്റഡ് 2 സസ്പെക്ട്സ്. ദ പോലീസ്, പോലീസിന്റെ കൂടെ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് പ്ലൂറൽ വെർബ് ആയിരിക്കണം. ഹാസ് സിംഗുലർ വെർബാണ്, ഹാവ് ആണ് പ്ലൂറൽ ഫോം. അറസ്റ്റ് എന്ന വെർബിന്റെ V3 ആണ് അറസ്റ്റഡ്. ദ പോലീസ് ഹാവ് അറസ്റ്റഡ് 2 സസ്പെക്ട്സ്. കുറ്റക്കാരെന്ന് സംശയിക്കുന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാവ് അറസ്റ്റഡ് എന്ന വെർബിന് ശേഷം ആരെയെ അറസ്റ്റ് ചെയ്തത്? 2 പേരെ. അത് ഒബ്ജക്റ്റ് ആണ്, അതവിടെ ആ വെർബിന് ശേഷം വന്നു. ദ പോലീസ് ഹാവ് അറസ്റ്റഡ് 2 സസ്പെക്ട്സ്. എൻ്റെ പേഴ്സ് കാണുന്നില്ല. അതെങ്ങനെയാ പറയാം? ഇതിൻ്റെയും തന്നെ തുല്യമായ ഒരു ട്രാൻസ്ലേഷൻ അല്ല നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. എൻ്റെ പേഴ്സ് കാണുന്നില്ല എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. പക്ഷെ അതിന് ഇംഗ്ലീഷിൽ പറയുക ഐ കാൺട്ട് ഫൈൻഡ് മൈ പേഴ്സ് എന്നാണ്. മൈ പേഴ്സ് ഈസ് നോട്ട് സീൻ എന്ന് പറയില്ല. എൻ്റെ പേഴ്സ് കാണുന്നില്ല എന്നതിൻ്റെ തുല്യമായ ഇംഗ്ലീഷ് പ്രയോഗം മൈ പേഴ്സ് ഈസ് നോട്ട് സീൻ എന്നാണ്. അതല്ല ഇംഗ്ലീഷിൽ പറയുക ഐ കാൺട്ട് ഫൈൻഡ് മൈ പേഴ്സ്. അങ്ങനെയാണ് നമ്മളിത് ഇംഗ്ലീഷിൽ പറയുക. എൻ്റെ പേഴ്സ് എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവിടെ കാൺ എന്ന് പറയുന്നത് കനോട്ട്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ക്യാൻ എന്ന വെർബിന്റെ നെഗറ്റീവ് ഫോം ആണിത്. ഐ കാൺട്ട് ഫൈൻഡ് മൈ പേഴ്സ്. എനിക്ക് എൻ്റെ പേഴ്സ് കണ്ടെത്താൻ കഴിയുന്നില്ല. അതാണ് ഇതിന്റെ തുല്യമായ മലയാളം പ്രയോഗം. പക്ഷെ നമ്മളത് മലയാളത്തിൽ അങ്ങനെ നമ്മൾ പറയാറില്ല. നമ്മൾ എന്താ പറയുക? എൻ്റെ പേഴ്സ് കാണാനില്ല എന്ന് പറയൂ അല്ലേ? അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത് ഐ കാൺട്ട് ഫൈൻഡ് മൈ പേഴ്സ്. എനിക്കത് നഷ്ടമായിരിക്കുന്നു. ഇതെങ്ങനെയാ പറയുന്നത്? അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഷ്ടമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നഷ്ടമായത് നേരത്തെ എപ്പോഴാണ്? പാസ്റ്റിലാണ്. പക്ഷെ ഇപ്പോഴും നഷ്ടമായിരിക്കുന്നു ഉള്ളത് സത്യമാണ്, കാരണം എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെയും പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയുക? നഷ്ടം എന്ന് പറയുമ്പോൾ ലോസ് അല്ലേ? അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലോസ്റ്റ്. നമ്മളിവിടെ അതിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ഫോം എന്താണ്? സബ്ജക്റ്റ് ഐ ആയത് കാരണം ഹാവ് ലോസ്റ്റ് ആണ്. അപ്പം നമ്മളിത് ഇങ്ങനെ പറയും ഐ ഹാവ് ലോസ്റ്റ് ഇറ്റ്. ഐ കാൺട്ട് ഫൈൻഡ് മൈ പേഴ്സ്, ഐ ഹാവ് ലോസ്റ്റ് ഇറ്റ്. എനിക്ക് അത് നഷ്ടമായിരിക്കുന്നു. ഇറ്റ് എന്ന് പറയുമ്പോൾ അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ പേഴ്സ് എന്ന് പറഞ്ഞു, പിന്നെ രണ്ടാമത്തെ സെന്റൻസിൽ ആ പേഴ്സ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. നമ്മൾ അതിന് പകരം ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ് ഇറ്റ്. അപ്പം നമ്മൾ ഇങ്ങനെയല്ല പറയുക ഐ കാൺട്ട് ഫൈൻഡ് മൈ പേഴ്സ്, ഐ ഹാവ് ലോസ്റ്റ് മൈ പേഴ്സ് എന്ന് പറയില്ല. ഐ ഹാവ് ലോസ്റ്റ് ഇറ്റ്. ആ ഇറ്റ് മൈ പേഴ്സ് എന്ന നൗണിന് പകരമായിട്ടാണ് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നൗൺസ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യാറില്ല, അതിന് പകരം നമ്മൾ പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യുക. എനിക്ക് നടക്കാൻ വയ്യ. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? വയ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയാൻ നമ്മൾ ക്യാൻ ഉപയോഗിക്കും. കഴിയില്ല, സാധിക്കുന്നില്ല എന്ന് പറയാൻ നമ്മൾ കാൺട്ട് ഉപയോഗിക്കും. അപ്പോൾ എനിക്ക് നടക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയുക? ഐ കാൺട്ട് വാക്ക്. എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് നടക്കാൻ കഴിയാത്തത്? എൻ്റെ കാല് ഉളുക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവൻ്റെ കാല് ഒടിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയുക? ഹിസ് ലെഗ് ഈസ് ബ്രോക്കൺ എന്നല്ല നമ്മൾ പറയുന്നത്. അതിന് പകരം നമ്മൾ എന്താ പറയുന്നത്? ഹി ഹാസ് ബ്രോക്കൺ ഹിസ് ലെഗ് എന്നല്ലേ പറഞ്ഞത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. എൻ്റെ കാൽ ഉളുക്കിയിരിക്കുന്നു ഉള്ളതിന് മൈ ലെഗ് ഈസ് സ്പ്രെയിൻഡ് എന്നല്ല നമ്മൾ പറയുക. ഐ ഹാവ് സ്പ്രെയിൻഡ് മൈ ലെഗ് എന്നാണ് പറയുക. ഇതെന്തുകൊണ്ടോ ഇംഗ്ലീഷിൽ അങ്ങനെയാണ്. ഇവിടെ ഹാവ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ്. ഉളുക്കുക എന്ന് പറയുമ്പോൾ സ്പ്രെയിൻ, അതിൻ്റെ V3 ആണ് സ്പ്രെയിൻഡ്. ഞാൻ എൻ്റെ കാല് ഉളുക്കിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഐ ഹാവ് സ്പ്രെയിൻഡ് മൈ ലെഗ്. എൻ്റെ കാല് ഉളുക്കിയിരിക്കുന്നു എന്നതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുക. മീര ഇവിടെ ഉണ്ടോ? ഇതെങ്ങനെയാണ് ചോദിക്കുക? ഇവിടെ എന്ന് പറയുമ്പോൾ ഹിയർ. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? മീര ആണ്. ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് അല്ലെ? ഉണ്ട് എന്നതിന് ഹാസും ഹാവും പറയുമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇവിടെ ഉണ്ടോ എന്നതിന് ചോദിക്കുന്നതിന് നമ്മൾ ഹാസോ ഹാവോ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഈസ് ആണ്. മീര ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പൊസഷനെ അല്ല സൂചിപ്പിക്കുന്നത്. ഹാസും ഹാവും എപ്പോഴും പൊസഷനെയാണ് സൂചിപ്പിക്കുന്നത്. എനിക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ, എനിക്കൊരു മകളുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അത് പൊസസ് ചെയ്യുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. എനിക്കൊരു ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ അതെന്റെ പൊസഷനെയാണ് കാണിക്കുന്നത്. മീര ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ആരുടെയും പൊസഷൻ അല്ല. മീര അവിടെ ഉണ്ടോ? അതൊരു സ്റ്റേറ്റിനെ കുറിച്ചാണ് ചോദ്യം അല്ലെ? ഇവിടെ ഇപ്പൊ ഈ മീര ഉണ്ടോ, അത് പൊസഷൻ അല്ലാത്തത് കാരണം തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഹാസോ ഹാവോ അല്ല, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് ആണ്.
ഈസ് ഉപയോഗിക്കാൻ കാരണം മീര സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് മീര ഇവിടെ ഉണ്ട് എന്ന് എങ്ങനെയാ പറയാ? മീര ഈസ് ഹിയർ. അത് പറഞ്ഞാൽ മീര ഇവിടെ ഉണ്ട് എന്നർത്ഥം. അതിന്റെ ക്വസ്റ്റ്യൻ ഫോം ഈസ് മീര ഹിയർ. മീര ഇവിടെ ഉണ്ടോ? അത് മനസ്സിലായില്ലേ? ഇവിടെ ഈസ് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഈ ചോദ്യം പൊസഷനെ കുറിച്ചല്ല, ഇതൊരു അവസ്ഥയെ കുറിച്ചാണ്, ഒരു സ്റ്റേറ്റ് ആണ്. മീര ഇവിടെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാസിനും ഹാവിനും പകരം ഈസ് ഉപയോഗിച്ചത് കേട്ടോ. ഈസ് മീര ഹിയർ. മീര ഇവിടെ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ മീര ഈസ് ഹിയർ എന്ന് പറയും. അതിന്റെ ക്വസ്റ്റ്യൻ ഫോം ഈസ് മീര ഹിയർ. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത് ഇല്ല, നോ. അവൾ പുറത്തു പോയിരിക്കുന്നു. ഇവിടെ ഇത് എങ്ങനെയാ പറയുന്നത്? പുറത്തു പോവുക എന്ന് പറയുമ്പോൾ ഗോ ഔട്ട്. ഇപ്പൊ നമ്മളിവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടതും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പുറത്തു പോയി കഴിഞ്ഞിരിക്കുന്നു, അതായത് ആ പ്രവൃത്തി നടന്നു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അവൾ ഇപ്പോഴും ഇവിടെ ഇല്ല. അതായത് ആ പ്രവൃത്തിയുടെ റിസൾട്ട് ഇപ്പോഴും ട്രൂ ആയിട്ട് ഇവിടെ തന്നെ നിലവിലുണ്ട്. അവൾ ഇപ്പോഴും ഇവിടെ ഇല്ല. പോയി കഴിഞ്ഞ് അവിടെ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ടും നമ്മളിവിടെ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറയുക? ഷീ, അതിനുശേഷം നമ്മൾ ഗോ ഔട്ട് എന്നതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം എന്താണ്? ഹാസ് ഗോൺ ഔട്ട്. ഹാസ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെ വേണം പറയാൻ. നോ, ഷീ ഹാസ് ഗോൺ ഔട്ട്. അവൾ പുറത്തു പോയിരിക്കുന്നു. ഗോ എന്നതിന്റെ V3 ആണ് ഗോൺ. അവൾ പുറത്തു പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ ഇപ്പോൾ ഇവിടെ ഇല്ല. പോയത് നേരത്തെ എപ്പോഴും ആണ്, പക്ഷെ ഇപ്പോഴും അവൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചത്. അയാൾ അവധിയിലാണ്. അയാൾ അവധിയിലാണെന്ന് പറയുമ്പോൾ നമുക്കത് എങ്ങനെ പറയാം? ഹി ഈസ് ഓൺ ഹോളിഡേ. ഓൺ ഹോളിഡേ എന്നാണ് പറയുക. അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. അയാൾ അവധിയിലാണെന്ന് പറയുമ്പോൾ അയാൾ ടൂർ എവിടെയോ പോയിരിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് ഹി ഈസ് ഓൺ ഹോളിഡേ. ആ ഹോളിഡേ എന്നതിൻ്റെ പ്ലൂറൽ ഫോം ഒന്നും നമ്മളവിടെ ഉപയോഗിക്കാറില്ല. അയാൾ അവധിയിലാണ് എന്നതിന് ഹി ഈസ് ഓൺ ഹോളിഡേ എന്ന് പറഞ്ഞാൽ മതി. അയാൾ മലേഷ്യയിലേക്ക് പോയിരിക്കുന്നു. ഇതെങ്ങനെയാണ് പറയുന്നത്? അയാൾ ഇപ്പോഴും മലേഷ്യയിലാണ്. പോയത് നേരത്തെ എപ്പോഴും ആണ്, പക്ഷെ അയാൾ ഇപ്പോഴും മലേഷ്യയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഐഡിയ എക്സ്പ്രസ് ചെയ്യാനും ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ആണ്. നമ്മളിത് ഇങ്ങനെയാണ് പറയുക. അയാൾ ഹി പോയിരിക്കുന്നു, ഹാസ് ഗോൺ മലേഷ്യയിലേക്ക്. മലേഷ്യയിലേക്ക് എന്ന അർത്ഥത്തിൽ നമ്മൾ ടു മലേഷ്യ എന്ന് പറയും. അപ്പോൾ ഇത് ഇങ്ങനെ വേണം പറയാൻ. ഹി ഹാസ് ഗോൺ ടു മലേഷ്യ. ഇങ്ങനെ നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഗോ എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആയ ഹാസ് ഗോൺ ഇവിടെ ഉപയോഗിച്ചു. ഇതിനർത്ഥം അയാൾ ഇപ്പോഴും മലേഷ്യയിൽ ആണ് എന്നാണ്. അയാൾ തിരിച്ചു വന്നിട്ടില്ല. ഹി ഹാസ് ഗോൺ ടു മലേഷ്യ എന്ന് പറയുമ്പോൾ അയാൾ മലേഷ്യയിലേക്ക് പോയി, ഇപ്പോഴും മലേഷ്യയിലാണ് എന്നർത്ഥം. ഇനി അയാൾ തിരിച്ചു വന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? അപ്പം നമ്മൾ പറയുക ഹി ഹാസ് ബീൻ ടു മലേഷ്യ എന്നാണ്. അതിനർത്ഥം അയാൾ മലേഷ്യയിൽ എപ്പോഴോ പോയി, പാസ്റ്റിൽ എപ്പോഴോ പോയി, അയാൾ അതിനുശേഷം തിരിച്ചു വന്നു എന്നാണ്. അതായത് മലേഷ്യ അയാൾ സന്ദർശിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഹി ഹാസ് ബീൻ ടു മലേഷ്യ എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഹി ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവൻ മാർക്കറ്റിലേക്ക് പോയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതിനർത്ഥം അവൻ ഇപ്പോഴും മാർക്കറ്റിൽ ആണ് എന്നാണ്. ഹി ഹാസ് ബീൻ ടു ദ മാർക്കറ്റ് എന്ന് പറയുമ്പോഴോ അതിൻ്റെ അർത്ഥം അവൻ മാർക്കറ്റിൽ പോയി തിരിച്ചു വന്നു എന്നാണ്. അവൻ പോയി, പക്ഷെ ഇപ്പം അവൻ മാർക്കറ്റിലല്ല, അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഗ്രീസിൽ പോയിട്ടുണ്ടോ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അവിടെ പോയിരിക്കുന്നു എന്ന് പറയാൻ ഹി ഹാസ് ഗോൺ ടു ഗ്രീസ് എന്ന് പറഞ്ഞാൽ അവൻ ഗ്രീസിൽ പോയിരിക്കുന്നു എന്നാണ്. പക്ഷെ ഹി ഹാസ് ബീൻ ടു ഗ്രീസ് എന്ന് പറയുമ്പോഴോ അവൻ ഗ്രീസിൽ പോയി വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം അതാണ്, എപ്പോഴെങ്കിലും ഗ്രീസിൽ പോയിട്ടുണ്ടോ എന്നാണ്. ഇപ്പോൾ ഗ്രീസിലാണോ എന്നല്ല ചോദിക്കുന്നത്, ഗ്രീസിൽ പോയി വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ ആണ്, സബ്ജക്റ്റ് നീ ആണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ഹാവ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഹാസ് അല്ല ഉപയോഗിക്കുക യുവിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ഹാവ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും. ഹാവ് യു എപ്പോഴെങ്കിലും എന്ന അർത്ഥത്തിൽ നമ്മൾ എവർ ഉപയോഗിക്കും. ഹാവ് യു എവർ ബീൻ ടു ഗ്രീസ്? നമ്മൾ ഹാവ് യു എവർ ഗോൺ ടു ഗ്രീസ് എന്നല്ല ചോദിക്കുന്നത്. ഗോൺ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഗ്രീസിൽ ആണ് എന്നാണ് അതിനർത്ഥം. ഇവിടെ ഗ്രീസിൽ പോയി വന്നിട്ടുണ്ടോ, പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്ന അർത്ഥത്തിൽ നമ്മൾ ചോദിക്കുക ഹാവ് യു എവർ ബീൻ ടു ഗ്രീസ് എന്നാണ്. ഇനിയിപ്പോൾ ഞാൻ ഗ്രീസിൽ പോയിട്ടേ ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിലും അപ്പോൾ ഞാൻ പറയുക ഐ ഹാവ് നെവർ ബീൻ ടു ഗ്രീസ് എന്നാണ്. ഐ ഹാവ് നെവർ ഗോൺ ടു ഗ്രീസ് എന്നല്ല പറയുക. ഞാൻ പറയുക ഐ ഹാവ് നെവർ ബീൻ ടു ഗ്രീസ് ആണ്. ഇപ്പോൾ ഇവിടെ ഗോൺ അതുപോലെ തന്നെ ബീൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും യൂസിലുള്ള ഡിഫറൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് വിശപ്പില്ല, ഇതെങ്ങനെ പറയും? എനിക്ക് വിശപ്പില്ല എന്നാണ് പറയേണ്ടത്. സബ്ജക്റ്റ് ഐ ആണ്. വിശപ്പ് എന്ന് പറയുമ്പോൾ ഹങ്കർ. അപ്പോൾ നമ്മൾ എനിക്ക് വിശപ്പില്ല എന്ന് പറയുക എങ്ങനെയാണ്? ഐ ആം നോട്ട് ഹംഗ്രി. അത് പറഞ്ഞാൽ എനിക്ക് വിശപ്പില്ല എന്നർത്ഥമായി. ഞാൻ വിശന്നിട്ടല്ല ഇരിക്കുന്നത് എന്നതിനർത്ഥം. ഐ ആം നോട്ട് ഹംഗ്രി. ഞാൻ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ, അതെങ്ങനെ പറയും? ഇപ്പം കഴിച്ചതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അത് കഴിച്ചിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഫിനിഷായ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? അതിനും നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഞാൻ ഇങ്ങനെയാണ് പറയുക. സബ്ജക്റ്റ് ഐ അല്ലേ? ഐ
അതിനുശേഷം ഹാവ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഹാസ് ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക. ഐ ഹാവ് ദ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ നമ്മൾ ജസ്റ്റ് എന്ന് പറയും. ഐ ഹാവ് ജസ്റ്റ് ഹാഡ് ലഞ്ച്. ഞാൻ ഇപ്പോൾ ലഞ്ച് കഴിച്ചതേ ഉള്ളൂ. ഇവിടെ ഈ രണ്ടാമത് ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അത് ആക്ച്വലി ഐ ഹാവ് ജസ്റ്റ് ഈറ്റൺ ലഞ്ച് എന്ന് പറയുന്നത് ഐ ഈറ്റൺ എന്നതിന് പകരമായിട്ടാണ് നമ്മൾ അവിടെ ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈറ്റൺ എന്ന് പറയുമ്പോൾ അത് V3 അല്ലേ? ഹാഡ് എന്ന് പറയുന്നത് ഹാവിൻ്റെ V3 ആണ്. ഇങ്ങനെ ചില വേർബ്സിന് പകരം നമ്മൾ ഇങ്ങനെ ഹാഡ് ഉപയോഗിക്കാറുണ്ട്. അത് ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ആവും. ഹാവ് ഹാഡ്, ഹാസ് ഹാഡ് എന്നൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആ രണ്ടാമത് വന്നിരിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ ഹാഡ്, അത് ഏതോ ഒരു വെർബിൻ്റെ V3 ആണെന്ന് മനസ്സിലാക്കുക. അതിന് പകരം ആ വെർബിൻ്റെ V3ക്ക് പകരമായിട്ടാണ് നമ്മളിവിടെ ആ ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൂച്ച പ്രസവിച്ചു എന്നാണ് പറയേണ്ടതെങ്കിൽ ദ കാറ്റ് ഹാസ് ഡെലിവേർഡ് ഹെർ കിറ്റൻസ് എന്ന് നമുക്ക് പറയാം. അതിന് പകരം നമ്മൾ നോർമലി പക്ഷെ പറയുക ദ കാറ്റ് ഹാസ് ഹാഡ് ഹെർ കിറ്റൻസ് എന്നാണ്. അതിനർത്ഥം ഇവിടെ ആ വന്നിരിക്കുന്ന ഹാഡ് അത് ഡെലിവേർഡ് എന്ന് പറയുന്ന ആ വെർബിന് പകരമായിട്ടാണ് നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ പല വേർബ്സിനും പകരമായി നമ്മൾ ഹാഡ് ഉപയോഗിക്കാറുണ്ട്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് ഹാഡ് ലഞ്ച് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ജസ്റ്റ് ഈറ്റൺ ലഞ്ച് എന്നർത്ഥം. ഇവിടെ നമുക്ക് ആക്ച്വലി സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കാം. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നോർമലി ഇത് പറയാൻ നമ്മൾ, അതായത് ജസ്റ്റ്, ഓൾറെഡി, എറ്റ്, ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ പൊതുവെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. അമേരിക്കൻ ഇംഗ്ലീഷിൽ ആക്ച്വലി ഇത് ഇങ്ങനെയും പറയാം, ഐ ജസ്റ്റ് ഹാഡ് ലഞ്ച്. ഞാനിപ്പോൾ ഐ ജസ്റ്റ് എയ്റ്റ് ലഞ്ച് എന്നതിന് പകരമായിട്ടാണ് അവിടെ ഐ ജസ്റ്റ് ഹാഡ് ലഞ്ച് എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പല സെന്റൻസസും എങ്ങനെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാം, ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.